നട്ടപ്പാതിരയ്ക്ക് ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിച്ചിട്ട് പറയുക, കുട്ടിക്കാനം പോവാ, പോവാം. സമയം നോക്കിയപ്പോൾ മണി 4:35. പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ വീടും പൂട്ടി ഇതേന്ന് പറയുന്ന മുമ്പ് ഡ്രസ്സും മാറി ബാഗും പാക്ക് ചെയ്ത് ഞാൻ ഇറങ്ങി. എനിക്ക് മുന്നേ ഒരാളതേ ബാഗും പാക്ക് ചെയ്ത് ആദ്യമേ വണ്ടിയിലിരിപ്പായി. നമ്മൾ ബൈക്ക് വാങ്ങിച്ചിട്ട് ഫസ്റ്റാണ് കേട്ടോ ഇത്രയും ദൂരെ പോകുന്നത്, അതും മോളുമായിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ദൂരെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങി അല്ലീനെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോണ വിശേഷങ്ങൾ ഓരോന്നായിട്ട് കാണാം. അതായത് തിരുവനന്തപുരത്തു നിന്നും നമ്മുടെ യാത്ര അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു. പകുതി എത്തിയപ്പോഴേ അവൾ വീണ്ടും ഉറങ്ങിക്കഴിഞ്ഞു. പിന്നെ ഇവിടെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. സംസാരിച്ച് പോയതുകൊണ്ട് നേരം വെളുത്തത് നമ്മൾ അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളെ യാത്ര വീണ്ടും ഇങ്ങനെ തുടങ്ങി. അവളുടെ മുഖത്തൂടെ തുണി കിടക്കുന്നില്ലല്ലോ, അവൾ സൈഡ് മാറി കിടക്കുന്നതാണ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഓണായി തുടങ്ങി. അവളെണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിചാരിച്ചത് കുറച്ച് വികൃതി കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ ഇടുക്കി എത്തി. ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നമ്മൾ വരുന്ന വഴിയിൽ കണ്ട ഒരു എനിക്ക് ഈ വ്യൂ കാണുമ്പോൾ ഓർമ്മ വരുന്ന പാട്ട് കോടമഞ്ഞിലോ. അങ്ങനെ കോടമഞ്ഞിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ ഒരു കേരള റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയ ഒരു വരവാണ് ഗൈസ്. നമുക്ക് എന്ത് സഹിക്കാം, പക്ഷേ വിശപ്പ് മാത്രം സഹിക്കാൻ പറ്റില്ല. രാവിലെ ഇറങ്ങിയതല്ലേ. നമ്മൾ എപ്പോൾ ട്രിപ്പ് വന്നാലും കാണുന്ന ഒരു വാട്ടർഫാൾസാണ് ഗൈസ് ഈ കാണുന്ന വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസ്. പിന്നെ ബൈക്കിൽ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയെന്നേ ഉള്ളൂ. അങ്ങനെ അത്ര വെള്ളമൊന്നും ഇല്ലായിരുന്നു, എന്നാലും അത്യാവശ്യത്തിന് വെള്ളവും ഉണ്ട്. കേസ് നമ്മളിവിടെ നിന്ന് ഒരു ലോട്ടറി എടുത്തു. ലോട്ടറി അടിക്കുമോ ആകുമോ എന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ എന്തായാലും 2 ലോട്ടറി എടുത്തു. നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അമ്മച്ചിക്കോട്ടാണ്. അതിലോട്ട് പോകുന്ന വഴിയാണ് ഗൈസ് ഈ കാണുന്ന ഓഫ് റോഡ്. ബൈക്ക് കൊണ്ടിരുന്നാണ് ഒരു ഉപയോഗമുണ്ട്. അങ്ങനെ നമ്മൾ അമ്മച്ചിക്കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. അങ്ങനെ എനിക്കൊരു സംശയം കൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മച്ചിക്കൊട്ടാരം എന്ന് വെച്ചാൽ എന്താ കേട്ടാ? ഇതായിരുന്നു പുള്ളിക്കാരൻ്റെ മറുപടി. ഇനി എന്ത് ചോദിക്കാനാ. പിന്നെ നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ ഇറങ്ങി. ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അയ്യോ. അങ്ങനെ വീണ്ടും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ യാത്ര തുടങ്ങി. പോകുന്ന വഴിക്കാണ് നമ്മുടെ AVTയുടെ ഒരു തേയിലത്തോട്ടം കണ്ട. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വരുന്ന വഴിക്ക് ആദ്യമായിട്ടാണ് ഞാൻ AVTയുടെ തേയിലത്തോട്ടം കാണുന്നത്, അല്ലെങ്കിൽ റിപ്പിൾ ടീ അതൊക്കെ കാണുന്നത്. അവിടെ നിന്ന് നേരെ നമ്മളിത് സത്രത്തിലോട്ടാണ് കഴിച്ചെത്തിയത്. സത്രം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു, എനിക്കറിയത്തില്ലെങ്കിൽ സന്തോഷം, എനിക്കറിയത്തില്ല എന്താണെന്ന്. കാരണം ഇവരൊക്കെ മലയ്ക്ക് പോകുന്ന ഈ വഴിയൊക്കെ എനിക്ക് കാണിച്ചു തന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ് തോന്നിയത്. ഇവിടെയാണ് ഇവർ സ്റ്റേ ചെയ്തതെന്നൊക്കെ കേട്ടപ്പോൾ. ഗൈസ്, ഭയങ്കര ഒരു അടിപൊളി മഴ പെയ്ത്. അങ്ങനെ നമ്മൾ മഴയത്ത് അല്ലിക്ക് മാത്രം റെയിൻ കോട്ടൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ അവിടെ നേരെ ലാൻഡ്രം കാണാനാണ് വന്നത്. ലാൻഡ്രം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ചാർലി കുളം എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം ചാർലി സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഗൈസ് ഈ കാണുന്നത്. പക്ഷേ അവിടെ ഈ കാണുന്നിടത്തൊക്കെ കുളമായിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ കറക്റ്റായി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എന്താണെന്നുള്ളത്. ഇവിടെയൊക്കെ ഇപ്പോൾ ഇതിനെ ചാർലി കുളം എന്നാണ് പറയുന്നത്. ലാൻഡ്രോ എന്ന് അങ്ങനെ ആരും പറയാറില്ല. ചാർലി കുളം അന്വേഷിച്ച ആൾക്കാർ ഇവിടെ വരാറ്. അങ്ങനെ ഇവിടുത്തെ ഈ ഒരു സ്ഥലമൊക്കെ കണ്ട് പിന്നെ നമ്മൾ നേരെ നമ്മളെ റൂമിലോട്ടാണ് നമ്മൾ അടുത്ത് പോയത്. എപ്പിക് ക്യാമ്പിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഫോറസ്റ്റിൻ്റെ അകത്താണ് നമ്മൾ സ്റ്റേ ചെയ്തത്. രാവിലെ നമ്മൾ ഇറങ്ങിയതാണ്. ഭയങ്കരമായിട്ട് ക്ഷീണമുണ്ട്. രാവിലെ വന്ന പാടെ തന്നെ നമ്മൾ ഒരുപാട് സ്ഥലം കണ്ട് പകുതി എത്തിയിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന നമ്മുടെ റൂമിലോട്ട് വരുന്നത്. ഈ കാണുന്ന സ്ഥലമാണ് ഗൈസ് നമ്മൾ സ്റ്റേ ചെയ്തത്.
നമ്മുടെ ഒരു ഫ്രണ്ടാണ്, അതായത് കിരൺചേട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് നമുക്ക് ഈ ഒരു റൂമും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി തന്നത്. സോ അവിടെ തന്നെയാണ് നമ്മൾ അന്ന് ഫുള്ളും സ്റ്റേയും ചെയ്തത്. ഈ കാടിൻ്റെ ഇടയിലൊക്കെ അവിടെ ആയിട്ട് ഒരുപാട് റൂംസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഉള്ള റൂംസ് എന്ന് പറയുന്നത് ഈ നടന്നു പോയി അങ്ങ് ചെല്ലുന്നിടത്താണ് നമ്മുടെ റൂമെന്ന് പറയുന്നത്. ഈ സൈഡിലോട്ടൊക്കെ ഒരുപാട് റൂമുണ്ട്. ഈ കാണുന്നൊരു റൂമാണ് നമ്മുടെ കപ്പിൾസിനൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു തരം റൂമാണ് അതൊക്കെ വന്നിട്ട്. പിന്നെ നമുക്ക് ഒരു 5 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു റൂമാണ് നമുക്ക് പുള്ളിക്കാരൻ സെറ്റാക്കി തന്നത്. കണ്ടില്ലേ, ഈ ഒരു പെൻഡഗൺ ഷേപ്പാണ് നമ്മുടെ റൂം. ഒരു കൊടുങ്കാട്ടിൽ ഒരു റൂം. ആരെങ്കിലും കുട്ടിക്കാലം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പിക് ക്യാമ്പിങ്ങിൻ്റെ ഈ ഒരു സ്റ്റേ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പം മണി 5 ആയിട്ടുണ്ട്. ഇനി ചെന്നൊരു ഉറക്കമാണ് ഗൈസ്, ഫുൾ ക്ഷീണമാണ്. ഈ ഒരു ബ്ലാക്ക് ടീ കുടിച്ചുകൊണ്ട് നമ്മുടെ നെക്സ്റ്റ് ഡേ സ്റ്റാർട്ടായി കഴിഞ്ഞു ഗൈസ്. ഭയങ്കരമായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്, തണുപ്പും മഴയും എല്ലാം കൊണ്ടൊരു സൂപ്പർ ക്ലൈമറ്റാണ് ഗൈസ്. നമ്മൾ വന്ന ടൈമിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ഇതേപോലെ കളിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, പിന്നെ നോക്കിയേ വേണ്ട. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയായിരുന്നു. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഈ ഒരു പാക്കേജിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ ഒരാൾക്ക് 800 രൂപയാണ് ഗൈസ് ഇവിടെ സ്റ്റേ ചെയ്യുന്നതിന് 1 ഡേ അവർ പെർ ഹെഡ് ചോദിക്കുന്നത്. അങ്ങനെ മോൾക്കും ഫുഡ് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ബാഗും എല്ലാം പാക്ക് ചെയ്ത് നമ്മളിവിടെ നിന്ന് ഇറങ്ങാനായിട്ടുള്ളൊരു തത്രപ്പാടിലാണ്. പുള്ളിക്കാരൻ ഇതാ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം. ഇനി നമ്മളിവിടെ കാണാനായിട്ട് ഒരു ഡെസ്റ്റിനേഷനും കൂടെ ഉള്ളൂ. അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. രാവിലെ മഴ ചതിക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ക്ലൈമറ്റൊക്കെ ഓക്കെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ ഈ ഒരു എപ്പിക് ക്യാമ്പിങ്ങിൻ്റെ സ്റ്റേ എന്ന് പറയുന്നത്. അങ്ങനെ ഡോറും ക്ലോസ് ചെയ്ത് നമ്മളങ്ങനെ ഇവിടെ നിന്ന് യാത്രയായി ഗൈസ്. ഇനി എപ്പോഴെങ്കിലും വരാം എന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഓടി കളിക്കാൻ പറ്റുമല്ലോ ഇവിടെ. പിന്നെ നമ്മൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നേരെ പരുന്തുംപാറയ്ക്ക് വിട്ടു. പരുന്തുംപാറയിൽ ചെന്നപ്പോൾ കോട മഞ്ഞ് നിറഞ്ഞ് എൻ്റെ പൊന്നു ഒരു രക്ഷയില്ലായിരുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന ആളെപ്പോലും നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഗൈസ്, അത്രയ്ക്ക് കോടയായിരുന്നു. പിന്നെ ബൈക്കുള്ളവർക്കൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കിഡിലും ഓഫ് റോഡും കൂടെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അങ്ങനെ ഈ കോടമഞ്ഞും കണ്ട് നമ്മൾ അങ്ങ് ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഉള്ളിലോട്ട് എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല, ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കോടയൊക്കെ കണ്ട് പരുന്തുംപാറയ്ക്ക് അകത്തോട്ട് പോവുകയാണ് ഗൈസ്. വീണ്ടും എനിക്ക് ആ പാട്ടാണ് ഓർമ്മ വരുന്നത്. ഇവിടെ നിന്ന് താഴോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട ഗൈസ്, ജീവൻ കിട്ടുമെന്ന് വിചാരിക്കണ്ട. പക്ഷെ സൂപ്പർ സ്ഥലമാണ്. പണ്ടത്തെ സത്യം ഓർമ്മ വരുന്നുണ്ടോ എൻ്റെ ഈ കെട്ട് കണ്ടിട്ട്? സൂപ്പർ ക്ലൈമറ്റാണ്. സ്ഥലത്തിൻ്റെ പേര് പരുന്തുംപാറ. ഒരു അടിപൊളി ക്ലൈമറ്റാണ് ഗൈസ് ഇപ്പോഴും. അങ്ങനെ നമ്മുടെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവേണ്ടി. നമ്മളൊരു യാത്ര പോയിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അല്ലെങ്കിൽ എന്ത് കിട്ടി എന്നുള്ള ഉത്തരങ്ങൾ ഇതൊക്കെയാണ്.